മഞ്ഞു പൊഴിയുന്ന ബെത്ലഹേമിൽ സ്നേഹം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന രാജാതിരാജനായ ദൈവകുമാരന്റെ തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയവും ജോസഫുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഒരു ദിവസം, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ. തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയാണെന്ന വിവരം കേട്ട മറിയം അവളെ ശുശ്രൂഷിക്കുവാനായി ഉടനെ തന്നെ അവിടേക്ക് യാത്രയായി. ഇളയമേ, ഇളയമേ, ഇളയമേ. മറിയം, ദൈവത്തിന്റെ സന്ദേശം ലഭിച്ച ഭാഗ്യവതി. മറ്റെല്ലാ സ്ത്രീകളെയേക്കാൾ ദൈവാനുഗ്രഹം ലഭിച്ചവളാണ് നീ. മറിയം, നീ ഒരു ദിവ്യ പൈതലിന്റെ മാതാവാകും. പക്ഷേ ഇളയമ ഇതെങ്ങനെ അറിഞ്ഞു? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ എന്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയത് ഞാൻ തൊട്ടറിഞ്ഞു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വന്നതുകൊണ്ട് ഞാനും മാനിക്കപ്പെടും. എല്ലാം ദൈവത്തിന്റെ കൃപ. ഈ സന്തോഷവാർത്ത അറിഞ്ഞത് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഇവിടേക്ക് പുറപ്പെട്ടു. നീ തനിച്ചാണോ വന്നത്? അന്ന എവിടെ? ഇതറിഞ്ഞതിൽ പിന്നെ അമ്മയും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഈ കുന്നും മലയും കയറിയുള്ള യാത്രയൊന്നും അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ദാ എന്തൊക്കെയോ തന്നു വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇനി കുറച്ചുനാൾ കഴിഞ്ഞേ മടങ്ങി പോകുന്നുള്ളൂ. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ പരിചരിക്കാനോ? ഇത് വിശ്രമിക്കേണ്ട സമയമല്ലേ? ഇളയമ്മയെ പരിചരിക്കുവാൻ ഞാൻ കടപ്പെട്ടവളാണ്. വരൂ. ജോസഫിൻ്റെ ഭവനം. മറിയം ഗർഭിണിയാണെന്ന വിവരം അറിയുന്ന ജോസഫ് അസ്വസ്ഥനാകുന്നു. ഈ ഒരവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ മറ്റൊരുവന്റെ ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ്
മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുന്നു. മഹാരാജാവ് അഗസ്റ്റ സീസർ പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന. എല്ലാ ജനങ്ങളും അവരവരുടെ ജന്മദേശത്തേക്ക് പോയി പേരുകൾ എഴുതി ചേർക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ബത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായ നിന്നെയും കൂട്ടി അത്ര ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പേരെഴുതി ചേർക്കപ്പെടണമെന്നത് രാജകൽപ്പനയാണ്. അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രാജകൽപ്പനയാണ്, അതെനിക്കും അറിയാം. പക്ഷേ ശിശുവിന്റെ കാര്യം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളും. വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം. എനിക്ക് വയ്യ ജോസഫ്. ഇനി ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, ജോസഫ്, എനിക്ക് വയ്യ. നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്കെന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. ഞങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. നമുക്കിവിടെ ഒരു മുറിയും ലഭിക്കില്ല. മേരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഓ, നിങ്ങളോ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മുറികളൊന്നും ഇല്ലെന്ന്? ദയവായി ഞങ്ങളെ പരിഗണിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഇവിടുത്തെ സത്രങ്ങളെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ നേരത്ത് നിങ്ങൾ പുതിയ മുറികൾ അന്വേഷിക്കുന്നതോ ദൂരെ യാത്ര ചെയ്യുന്നതോ ഉചിതമല്ല. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, പക്ഷേ അതൊരു മുറിയല്ല. താങ്കൾ അത് കാണുന്നില്ലേ? അവിടെ കാലിത്തൊഴുത്താണ്.
തൽക്കാലം നിങ്ങളത് ഉപയോഗിച്ചുകൊള്ളൂ. വരൂ വരൂ, ഞാൻ കാണിച്ചു തരാം. വാ. പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി എന്തിനായിരിക്കും ഇത്ര അടിയന്തരമായി ഹെറോദോസ് രാജാവ് നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് രാജാവിനെ മുഖം കാണിക്കാൻ മാത്രമാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. ഹെറോദേസ് രാജാവ് നീനാൾ വാഴട്ടെ, ഹെറോദേസ് രാജാവ് നീനാൾ വാഴട്ടെ, ഹെറോദേസ് രാജാവ് നീനാൾ വാഴട്ടെ. അഗസ്റ്റ് സീസന്റെ കൽപ്പന പ്രകാരം എല്ലാം മുറ പോലെ നടക്കുന്നുണ്ടല്ലോ. ഉവ്വ് പ്രഭു, കൽപ്പന പ്രകാരം എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യാൻ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രഭു, അങ്ങേ മുഖം കാണിക്കാൻ 3 ജ്ഞാനികൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരോട് കടന്നു വരാൻ പറയും. ഉത്തരവ് പോലെ. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. കൽപ്പന പോലെ പ്രഭു. ഹെറോദേസ് രാജാവിന് പ്രണാമം. നമ്മുടെ കൊട്ടാരത്തിലേക്ക് മൂവർക്കും സ്വാഗതം. എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം? പ്രഭു, ഞങ്ങൾ പൗരസ്ത്യ ദേശത്തു നിന്ന് വരുന്നവരാണ്. യൂദയ ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചുവെന്നറിഞ്ഞ് അവനെ കാണുവാനും ആരാധിക്കുവാനും വന്നതാണ്. പുതിയ രാജാവ്? നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ല. യൂദയ ദേശത്തും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഏത് രാജാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ജനനം സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് വെളിപാടുണ്ടായതാണ്. ശിശുവിനെ കണ്ടെത്താൻ യാത്ര പുറപ്പെട്ട ഞങ്ങൾ വഴികാട്ടിയായി കിഴക്ക് ദിക്കിൽ ഒരു നക്ഷത്രം കണ്ടു. ആ നക്ഷത്രം ഞങ്ങളെ ഈ ദേശത്തേക്കാണ് നയിച്ചത്. അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങളെ തിരികെ പോകാൻ അനുവദിച്ചാലും. നിങ്ങൾ പോയി ആ ശിശുവിനെ അന്വേഷിക്കുക. അവനെ കണ്ടെത്തിയാൽ മടങ്ങി വന്ന് നമ്മെയും ആ വിവരം അറിയിക്കുക. നമുക്കും പോയി അവനെ ആരാധിക്കണം. ഉത്തരവ് പോലെ പ്രഭു. ആരെവിടെ? പ്രഭു, സേനാനായകനോട്
നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. കൽപ്പന പോലെ. ഹെറോദേസ് രാജാവിന് പ്രണാമം. നമ്മുടെ ദേശത്ത് ഏതോ പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നുവെന്ന് 3 ജ്ഞാനികൾ വന്ന് നമ്മെ അറിയിച്ചു. അവരെ പിന്തുടരുക. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്നറിഞ്ഞാൽ തൽക്ഷണം ആ ശിശുവിനെ വധിക്കുക. ഉത്തരവ് പോലെ മഹാരാജൻ. ഇതേ സമയം തന്നെ ഹെരോദേസ് രാജാവ് പറഞ്ഞത് കേട്ട് ജ്ഞാനികൾ യാത്ര പുറപ്പെട്ടു. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദയവായി ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിച്ചാലും. അങ്ങനെ രക്ഷയുടെ പ്രതീകമായ ഈ തിരുക്കുമാരന്റെ തിരുപ്പിറവിയിൽ നമുക്കും സന്തോഷിക്കാം. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും